ചെറിയ ബിസിനസ് തുടങ്ങാൻ ഒരു ചെറിയ ബാങ്ക് ലോൺ വേണം. പക്ഷേ ബാങ്കിലേക്ക് ചെന്നാൽ അവർ ആദ്യം ചോദിക്കുന്നത് ഈടുണ്ടോ അല്ലെങ്കിൽ ജാമ്യക്കാരുണ്ടോ എന്നാണ്. ഇത് രണ്ടുമില്ലാതെ നമുക്ക് സാധാരണക്കാരന് ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ഒരു ലോൺ കിട്ടുമോ? കിട്ടും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ശ്രീലക്ഷ്മി അജേഷ്. ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നിയാൽ അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എന്താണ് മുദ്രാ ലോൺ അല്ലെങ്കിൽ മുദ്രാ യോജന? മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ബാങ്ക് ലോൺ ആണ്. ഇതൊരിക്കലും സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായമല്ല. ഞാൻ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഈ ബാങ്ക് ലോണ് തിരിച്ച് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഉറപ്പായും പലിശ സഹിതം തിരിച്ച് അടയ്ക്കണം. പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോൺ എടുക്കുന്നതിന് ജാമ്യക്കാരോ ഈടോ നൽകേണ്ടതില്ല. അത് തന്നെയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള വലിയ കാര്യം, അല്ലെ? നമ്മൾ ചെന്ന് നമ്മുടെ കയ്യിലുള്ള പ്രോജക്റ്റ്, അതായത് നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങാൻ പോകുന്നു, എങ്ങനെയാണ് അതിനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു രൂപരേഖ മാത്രം കൊടുത്താൽ മതി. അതാണ് ഇതിന് പ്രധാന ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലില്ലാത്തത്, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ളതാണ്. നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, പിന്നെ ഞാൻ ഈ പറഞ്ഞ രൂപരേഖ, ബിസിനസിന്റെ രൂപരേഖ അഥവാ പ്ലാൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണോ ആ ഒരു ഏരിയയിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിൽ നിന്ന് 50,000 രൂപ നമുക്ക് കിട്ടും. ഇതിന്റെ പലിശ വരുന്നത് 9% മുതൽ 12% വരെയാണ്. കൃത്യമായ അടവ് ഉറപ്പാക്കണം എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ പ്രൊസീജിയേഴ്സ് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 50,000 രൂപ വരെ യാതൊരു ഈടുമില്ലാതെ ജാമ്യക്കാരും ഇല്ലാതെ നമുക്ക് ഈ ലോണ് എടുക്കാൻ കഴിയും. ഇനി ഈ ഒരു മുദ്രാ ലോണിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആദ്യത്തേത് സംരംഭം തുടങ്ങാനാണ്. ആ സംരംഭം തുടങ്ങി ആ ബിസിനസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഈ ലോൺ മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം തരത്തിലേക്ക് അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലെ ലോണ് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് ലോണ് കിട്ടുന്നതാണ്. ഓക്കെ, 5 ലക്ഷം വരെ. അപ്പൊ 5 ലക്ഷം രൂപ വരെയുള്ള ലോണിനും ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഈ 5 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ട് ഉപയോഗിക്കേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. പുതിയ മെഷീൻസ് വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ഥലം കൂടുതൽ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ലക്ഷം രൂപയുടെ ലോൺ എടുക്കേണ്ടത്. ആ 5 ലക്ഷം രൂപയുടെ ലോണും അടച്ച് നല്ല രീതിയിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഘട്ടമായിട്ടുള്ള 10 ലക്ഷം രൂപ വരെയുള്ള ലോണ് നമുക്ക് എടുക്കാൻ കഴിയും. അതെന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ആ 10 ലക്ഷം രൂപ വരെയുള്ള മുദ്രാ ലോണിന്റെ ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് 50,000 രൂപ മുതൽ ഈ പറഞ്ഞ 5 ലക്ഷം രൂപ വരെയുള്ള ഒരു കാറ്റഗറിക്ക് അകത്താണ് സാധാരണ നിന്ന് കാണാറുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. പിന്നെ ഇതിനൊരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല. ഏതൊരു മനുഷ്യനാണോ ബിസിനസ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ളത്, കഴിവുള്ളത് എന്ന് സ്വയം തോന്നുന്നത് അവർക്ക് ഈ മുദ്രാ ലോൺ എടുക്കാം. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ് അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യമാണ്. പിന്നെയുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് ഈ മുദ്രാ ലോൺ ഒരു തലവേദനയായി മാറിയ ചരിത്രവും കൂടി ഉണ്ട് കേട്ടോ. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അതെങ്ങനെയാണ് തലവേദന ആയത് എന്ന് ചോദിച്ചാൽ, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ മുടക്കം വരുത്തിയിട്ടുള്ളവർക്ക് ഇതൊരു തലവേദനയായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഏതൊരാൾക്കും അറിയുന്ന തന്നെ നമ്മൾ ലോൺ എടുത്ത് ഈ മാസത്തെ EMI അടച്ചില്ല, അടുത്ത മാസം ചേർത്തടയ്ക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആവും. അത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്തവരും പിന്നെ മൂന്നാമത്തെ കുടിശ്ശിക വരും. അങ്ങനെ ഒരു കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. അതല്ലാതെ നോർമലി നല്ല രീതിയിൽ അടച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ കൂടി നമുക്ക് വീണ്ടും വീണ്ടും അടുത്തടുത്ത ഘട്ടങ്ങളിലേക്കുള്ള ലോണുകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. ഇതാണ് മുദ്രാ ലോൺ എന്ന് പറയുന്നത്. വളരെ ഈസിയായി ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മുദ്രാ ലോൺ എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ മുദ്രാ ലോണുമായിട്ട് ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമന്റ് ആയിട്ട് ഇട്ട് വെച്ചാൽ മതി. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും വിദഗ്ധരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, മറ്റൊരു വിഷയവുമായി നാളെ വരാം. ബൈ.